എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. വളരെ സുദീർഘമായ ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയത്. തൻ്റെ മൂന്നാം ടേമിൽ അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന പല പദ്ധതികളെക്കുറിച്ചും തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചു. അതിലൊന്നാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. നമ്മളുടേതൊരു പ്രോഗ്രസീവ് ഡെമോക്രസിയാണ്. നമ്മളുടെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951-ലാണ്. അന്ന് മുതൽ ഇക്കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് വരെ പുരോഗമനപരമായ പല മാറ്റങ്ങളും തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുരോഗമനപരമായ ഒരു ജനാധിപത്യ പരിണാമം മറ്റൊരു ജനാധിപത്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. അത് അമേരിക്ക ആയിക്കൊള്ളട്ടെ, ഫ്രാൻസോ ബ്രിട്ടനോ ജർമ്മനിയോ ബെൽജിയമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവിടെ ഒന്നും ഇപ്രകാരം ഒരു ജനാധിപത്യ പരിണാമം നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവരൊക്കെ ഇപ്പോഴും ബാലറ്റ് പേപ്പറിലാണ്, EVM-ലേക്ക് പോലും മാറിയിട്ടില്ല. ഭാരതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുവാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടുകളുണ്ട്. 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷനോട് കൂടിയാണ് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയത്. അന്നു മുതൽക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ റിഫോംസും ഭാരതത്തിൽ ആരംഭിച്ചു. എന്നിരുന്നാൽ കൂടിയും 1951 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂരിപക്ഷം ജനത്തിനും തെരഞ്ഞെടുപ്പ് എന്താണെന്നതിനെക്കുറിച്ച് കാര്യമായ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 51 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സ്ത്രീകൾക്കും അവരുടെ പേര് പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ളവരായിരുന്നില്ല. ഇന്നയാളുടെ ഭാര്യയെന്നോ ഇന്നയാളുടെ മകളെന്നോ ഒക്കെ രേഖപ്പെടുത്തുവാനായിരുന്നു ഭൂരിപക്ഷവും ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ജനാധിപത്യം ഇന്നത്തെ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരിണാമത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവസാനം വന്നിരിക്കുന്ന നിർദ്ദേശമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നത്. 2016 നരേന്ദ്രമോദി ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ രാജ്യം വർഷം മുഴുവൻ ഒരു ഇലക്ഷൻ മൂഡിലാണ്. ജനറൽ ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പൽ ഇലക്ഷൻ, ബൈ ഇലക്ഷൻസ്, അങ്ങനെ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത്, ഭരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭരിക്കുവാൻ സമയമില്ല. ഭൂരിപക്ഷം സമയവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നെ ഒരു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും നടക്കുകയില്ല. അതുമാത്രമല്ല, ഓരോ ഇലക്ഷന് വേണ്ടിയും രാജ്യം നേരിടുന്ന ചിലവ് അതിഭീകരമാണ്. 2024 ജനറൽ ഇലക്ഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. 2024 ജനറൽ ഇലക്ഷനിൽ 96 കോടി എലിജിബിൾ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. 8000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 55 ലക്ഷം EVM വോട്ടിംഗ് മെഷീൻസ് വേണമായിരുന്നു. 10 ലക്ഷം പോളിംഗ് സ്റ്റേഷൻസ്, 15 ലക്ഷം ഇലക്ഷൻ വർക്കേഴ്സ്, ഓഫീസേഴ്സ്. ഇതിനെല്ലാം പുറമെ ഈ ഓരോ ഇലക്ഷനും ഏതാണ്ട് 6 മാസം മുൻപേ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പ്രവർത്തനം ആരംഭിക്കണം. ഇതിനൊക്കെ പുറമെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മീറ്റിങ്ങിനും പോസ്റ്റർ ഉണ്ടാക്കാനും ക്യാമ്പയിനിങ്ങിനും വേണ്ടിയുള്ള പൈസ ചിലവാക്കുന്നത്. അതിനുവേണ്ടി അവർ കാണിക്കുന്ന അഴിമതി, ബ്ലാക്ക് മണി, കൈക്കൂലി, ഇത് വളരെ വലിയൊരു തുകയാണ്. ഇതിനൊരു പരിഹാരമായാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന നിർദ്ദേശം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ജനറൽ ഇലക്ഷൻ മുതൽ പഞ്ചായത്ത് ഇലക്ഷൻ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കും. അതായത് 5 കൊല്ലത്തിൽ ഒരു ദിവസം ആൾക്കാർ വോട്ട് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ച് പല ആശങ്കകളും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി ഇതിനെക്കുറിച്ചൊരു സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. രാംനാഥ് കോവിന്ദിൻ്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും പാർലമെൻറ്റിൽ ഇത് ചർച്ചയ്ക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ പിന്തുണയ്ക്കണം എന്നാണ് നരേന്ദ്രമോദി തൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായാൽ ഒരുപക്ഷെ 2029 തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പിലാകും. അതിനുവേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.